ഡാവിയും മെയ്ഡിനും ഈ കിടന്ന് അലറി വിളിക്കുന്നത് ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ്. ഞങ്ങളൊരു 3 ഡേ ട്രിപ്പ് സ്കോട്ട്ലൻഡിലോട്ട് പ്ലാൻ ചെയ്തു. അതിൽ 1 ഡേ മാത്രമേ ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ബാക്കി 2 ഡേയ്സ് നമ്മൾ ട്രാവലിംഗ് ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഡേ ഇൻ എഡിൻബറ നമ്മൾ സ്പെൻഡ് ചെയ്തത് ഫസ്റ്റ് ഒരു ഹോപ്പ് ഓൺ ആൻഡ് ഹോപ്പ് ഓഫ് ബസ് ടൂർ ബുക്ക് ചെയ്തിട്ടാണ്. ഇതൊരു 1 hour ബസ് ടൂർ ആയിരുന്നു. നമുക്ക് കുട്ടികളെയും കൊണ്ട് ഈ എഡിൻബറ സിറ്റി മൊത്തം കയറി ഇറങ്ങി നടന്ന് കാണാനുള്ള സമയമില്ലാത്തത് കൊണ്ടും അത് നമുക്ക് പ്രാവർത്തികമല്ലാത്തത് കൊണ്ടും നമ്മളൊരു 1 hour ബസ് ടൂർ എടുത്തു. അപ്പോൾ ഈ ബസ് ടൂറിൽ നമുക്ക് ഫുൾ എഡിൻബറയുടെ ഓൾഡ് ടൗൺ ആൻഡ് ന്യൂ ടൗൺ 1 hourനുള്ളിൽ നമുക്ക് കാണാൻ പറ്റി. അതിൻ്റെ ഒപ്പം ഇതിനകത്ത് ലൈവ് കമൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ അട്രാക്ഷൻസിൻ്റെ അവിടെ എത്തുമ്പോൾ അതെന്താണെന്നും അതിൻ്റെ ബാക്കിലെ സ്റ്റോറീസും ഒക്കെ പുള്ളിക്കാരൻ ഈ ബസ്സിലുള്ള കമൻട്രി പറയുന്ന ആൾ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരുന്നു എല്ലാം. നമ്മുടെ ഈ ബസ്സിലെ കമൻട്രി തരുന്ന ആൾ പറയായിരുന്നു, ഇവർ തമാശയായിട്ട് എഡിൻബറ സിറ്റീനെ വിളിക്കുന്നത് ലസാനിയ സിറ്റി എന്നാണ്. അതായത് ലസാനിയ പല ലെയേഴ്സിലല്ലേ അത് ആ ഒരു ഡിഷ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സിറ്റിയും പല ലെയേഴ്സായിട്ടാണ് കിടക്കുന്നത്. ചെറി ഓൺ ടോപ്പ് ഓഫ് കേക്ക് എന്ന് പറയുന്ന പോലെയാണ് എഡിൻബറ കാസിലുള്ളത്. അതിൻ്റെ ചുറ്റി താഴോട്ട് പല ലെയറായിട്ടാണ് ഇതിൻ്റെ ഓരോ സ്ട്രീറ്റും അല്ലെങ്കിൽ ഇതിലെ ഓരോ പാർട്ട് ഓഫ് എഡിൻബറ കിടക്കുന്നത്. അപ്പോൾ ബസ് ടൂർ എടുത്തതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ നല്ലൊരു ഭാഗം തന്നെ കാണാൻ പറ്റി. ഞങ്ങളങ്ങനെ നല്ല രീതിയിൽ ഈ റൂഫ് ടോപ്പ് ബസ്സിൽ ടൂറൊക്കെ ആസ്വദിച്ചു, സ്ഥലങ്ങളൊക്കെ കണ്ടു, ലൈവ് കമൻട്രി ഒക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ദ ഫേമസ് സ്കോട്ട് മോണ്യുമെൻറ്റ് കാണുന്നത്. ഈ സ്കോട്ട് മോണ്യുമെൻറ്റ് ഇവിടുത്തെ ഒരു ഫേമസ് അട്രാക്ഷനാണ്. ഇതൊരു 61 മീറ്ററോളം നീളം ഈ സ്കോട്ട് മോണ്യുമെൻറ്റിനുണ്ട്. ഇതുണ്ടാക്കിയത് കെമ്പ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റ് ഇവിടുത്തെ സ്കോട്ട്ലൻഡിലെ ഒരു റൈറ്ററായിട്ടുള്ള വോൾട്ട് സ്കോൾട്ട് പുള്ളിക്കാരൻ മരിച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ആ 4 പില്ലറിൻ്റെ ഇടയിൽ കാണുന്ന സ്റ്റാച്ചു കണ്ടോ, അത് പുള്ളിക്കാരൻ്റെ സ്റ്റാച്ചു ആണ്. ഈ ഇതൊരു 287 സ്റ്റെപ്സ് ഏകദേശം എത്രയോ ഉണ്ട്. ഇതിൻ്റെ ടോപ്പ് വരെ നമുക്ക് കയറി കാണാം. അതിൻ്റെ 287 സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പ് പോർഷൻ വരെ കയറി കാണാവുന്നതാണെന്നാണ് കമൻട്രി പറയുന്ന ആൾ പറഞ്ഞത്. പക്ഷെ നമ്മൾ അത് കാണാൻ പോയില്ല. പിള്ളേരെയും കൊണ്ട് അത്രയും കയറുന്ന എളുപ്പമല്ലല്ലോ. ഈ എഡിൻബറ സിറ്റിയിലോട്ട് നമ്മൾ കയറിയപ്പോൾ തന്നെ ആദ്യം നമ്മൾ കേട്ടത് ഇവിടുത്തെ ബാക്ക് പൈപ്പ് കൊണ്ടുള്ള മ്യൂസിക്കായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ ചെറിയൊരു ബിറ്റ് ഇവിടെ ഇടാം. നമ്മൾ ഇറങ്ങി നിങ്ങളിപ്പോൾ കേട്ട ആ ബാക്ക് പൈപ്പിൻ്റെ മ്യൂസിക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ബിൽഡിങ്സിൻ്റെ ആ ഒരു ഭംഗിയൊക്കെയാണ് ഈ സിറ്റിയെ കൂടുതൽ മനോഹരമാക്കുന്നതെന്ന് എനിക്ക് തോന്നി. ഇത് ചെറുതായിട്ടൊരു ഹില്ലിൻ്റെ ഒരു ചെറിയൊരു വ്യൂ കാണുന്നുണ്ടോ, അതാണ് ഫേമസ് ആയിട്ടുള്ള ആദർ സീറ്റ്. ആ കാണുന്ന ആ പീക്ക് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റെൻഡായി പോയിട്ടുള്ള വോൾക്കാനോ ആണ്. അതായത് കുറേ വർഷങ്ങളായിട്ട് ഇതുവരെ വോൾക്കാനോ ഇറപ്റ്റ് ആയിട്ടില്ല. ഇനി ഫ്യൂച്ചറിലും ഇറപ്റ്റ് ആവില്ല എന്നിവർ ബിലീവ് ചെയ്യുന്ന ഒരു ഹില്ലാണത്. ഇവിടെയുള്ള ടൂറിസ്റ്റുകളും ഇവിടെയുള്ളവരും ഹിൽ വാക്കിങ്ങിന് വേണ്ടിയും ക്ലൈംബ് ചെയ്യാനും ഒക്കെ ആ ഹില്ല് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് എഡിൻബറ സിറ്റിയുടെ നല്ല വ്യൂസ് കാണാമെന്നാണ് എല്ലാവരും പറയുന്നത്. വീഡിയോയിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ ഒരു യൂണിക്കോണിൻ്റെ സിമ്പിൾ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കമൻട്രി പറയുന്ന ആൾ പറഞ്ഞത്, സ്കോട്ട്ലൻഡിൻ്റെ നാഷണൽ ആനിമൽ ഇസ് എ യൂണിക്കോൺ. സത്യമാണ് കേട്ടോ. ഞാൻ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കി. സ്കോട്ട്ലൻഡ് ഒരു ഫിക്ഷണൽ ആനിമലിനെയാണ് അവരുടെ നാഷണൽ സിമ്പിളായിട്ട് ചൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആ യൂണിക്കോൺ എന്ന് പറയുന്ന ആനിമൽ സിമ്പിളൈസ് ചെയ്യുന്നത് പ്യൂരിറ്റി ആൻഡ് ഗ്രേസ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു നാഷണൽ ആനിമലായിട്ട് അവർ ചൂസ് ചെയ്തത് യൂണിക്കോണിനെയാണ്. ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ടോപ്പ് അട്രാക്ഷനായിട്ടുള്ള ഗ്രാസ് മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റിൽ കൂടെയാണ്. അപ്പോൾ ഈ ഗ്രാസ് മാർക്കറ്റ് ഇവിടുത്തെ ഭയങ്കര ഓൾഡ് ആയിട്ടുള്ളൊരു ടൗണാണ്. ഇതിനകത്ത് ഒത്തിരിയധികം കഫേസും അതേപോലെ തന്നെ ഒത്തിരി ഇവൻറ്റ്സ് ഒക്കെ നടക്കുന്ന ഒരു സ്പേസാണ്. നമ്മൾ പോയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഓരോ കോർണറിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ്, അതായത് മാജിക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിംഗറോ എന്തെങ്കിലുമൊക്കെ ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചുറ്റി നിന്ന് ആ ഇവൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ കുറേ അടിപൊളി കഫേസും പുറത്തിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസാണ് ഗ്രാസ് മാർക്കറ്റ്. ഇത് ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ കാണുന്നതാണ്, ആ ടോപ്പിൽ നിൽക്കുന്നതാണ് ദ ഫേമസ് എഡിൻബറ കാസിൽ. അത്രയും പാറയുടെ മുകളിലാണ് ആ കാസിൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ആ പാറ ഇവർ പറയുന്നത്, അല്ലെങ്കിൽ റോക്കിനെ അവർ പറയുന്നത് കാസിൽ റോക്ക് എന്നാണ്.
നമുക്ക് എഡിൻബറ കാസലിൻ്റെ കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കാണാം. കൊച്ചിനെയും കൊണ്ട് ഇരുന്നത് കാരണം നല്ല രീതിയിൽ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ക്യാമറയിലോട്ട് ശ്രദ്ധിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ കുഴപ്പങ്ങളും ഞാനെടുത്ത വീഡിയോയ്ക്കുണ്ട്. കാസലിൻ്റെ വേറൊരു സൈഡാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും വലിയ പാറയുടെ മുകളിലാണോ ഈ കാസിൽ പണിതിരിക്കുന്നത്? ഒരുവിധം എല്ലാ കാസിൽസും ഇച്ചിരി ടോപ്പായിട്ട് റോക്കിൻ്റെ മുകളിലാണ് പണിതിരിക്കുന്നത് അല്ലേ? ഡിഫൻസ് സിസ്റ്റത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ അതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഫുൾ സിറ്റി കാണാവുന്ന രീതിയിലായിരിക്കുമല്ലോ അവർ കാസിൽ പണിതിട്ടുണ്ടാവാം. എന്തായാലും കാസിലിൻ്റെ അകത്ത് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ ചുറ്റും നിന്ന് കാസിൽ കാണാനായിട്ട് പറ്റി. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് എഡിൻബറ കാസിൽ കാണാൻ. ഈ താഴെ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഷെഡെല്ലാം ഇവിടുത്തെ ഫാമേഴ്സിന്, ഈ പ്ലേസിനെ പറയുന്ന ഫാമേഴ്സ് മാർക്കറ്റ് എന്നാണ്. ഇവിടുത്തെ ഫാമേഴ്സ് ഫ്രഷ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് കൊണ്ടുവന്ന് വിൽക്കുന്ന സ്ഥലമാണ്. ഇത് രാവിലെ തൊട്ട് കുറച്ച് നേരം വരെ എങ്ങാണ്ടേ ഉള്ളൂ, ഉച്ച വരെ എങ്ങാണ്ടേ ഈ മാർക്കറ്റുള്ളൂ. അപ്പം നമുക്കത് അതിൻ്റെ അകത്ത് കയറിയില്ല, അപ്പം പുറത്തൂടെ അത് ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് പറ്റിയായിരുന്നു. ഈ കാസിലിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് ഈ ഫാമേഴ്സ് മാർക്കറ്റ് വരുന്നത്. ആ കാസലിൻ്റെ ഒരു വ്യൂ നോക്കി എന്ത് ഭംഗിയാൽ ആ ഒരു ടോപ്പിലതിരിക്കുന്ന കാണാനായിട്ട്. വീഡിയോയിൽ എത്രമാത്രം അത് ക്ലിയർ ആയിട്ട് ഞാൻ എടുത്തു എന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് എഡിൻബറ അടിപൊളി, കാണാൻ ഭയങ്കര സൂപ്പറാണ്. ബിൽഡിങ്സ് പഴകും തോറുമാണെന്ന് തോന്നുന്നു അതിന് കുറച്ചും കൂടെ ഭംഗി തോന്നുന്നത്. കൊണ്ട് ബസ് ടൂർ ഫിനിഷ് ചെയ്തു. ബസ് ടൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് സെൻറ്റ് ജെയിംസ് കോർട്ട് എന്ന് പറഞ്ഞൊരു മോളിലോട്ടാണ്. ആ മോളിൻ്റെ കാർ പാർക്കിലായിരുന്നു നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മോളിൽ നിന്ന് തന്നെ ഗോർഡൻ റാംസേ സ്ട്രീറ്റ് ബർഗറൊക്കെ കഴിച്ചിട്ട് നെക്സ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ക്യാമറ ഒബ്സ്കറ ആൻഡ് ഇല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സ്ഥലമായിരുന്നു. അത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചൂസ് ചെയ്തതാണ്, പിള്ളേർക്കൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളി സ്ഥലമായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്സ് കണ്ടാലോ. മിറേഴ്സും ലൈറ്റ്സും ഒക്കെ കൊണ്ട് ഇല്യൂഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്, പല പല ആക്ടിവിറ്റീസ് ഉള്ള സ്ഥലം. ഇപ്പം നമ്മൾ പോകുന്നത് മിറേഴ്സും ലൈറ്റൊക്കെ കൊണ്ടുള്ള ഒരു മേസിനകത്തൂടെയാണ്. നമ്മൾ നടക്കുമ്പോൾ നമുക്കറിയത്തില്ല എവിടെയാണ് വഴി എന്നുള്ളത്. എല്ലാം ക്ലോസ്ഡ് ആയിട്ട് പോലെ തോന്നും. അപ്പം കൈ കൊണ്ട് തൊട്ട് വേണം സ്ഥലം കണ്ടുപിടിക്കാൻ. അങ്ങനെ ഞങ്ങളിതുകൊണ്ട് മേസ് സോൾവ് ചെയ്ത് പുറത്തിറങ്ങുകയാണ്. ഇത് അടിപൊളി ആക്ടിവിറ്റി ആയിരുന്നു. ഭയങ്കര നല്ല രസമായിരുന്നു. ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴും ഒക്കെ നല്ല രസമായിരുന്നു. ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അടുത്തത് നമ്മൾ കയറിയത് ഈ ബ്രിഡ്ജിലാട്ടോ. ബ്രിഡ്ജ് ആക്ച്വലി സ്റ്റാറ്റിക്കാണ്, മൂവ് ചെയ്യുന്നില്ല. ഇതിന് ചുറ്റുമുള്ള ഈ ലൈറ്റാണ് മൂവ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ നമുക്ക് വീഴാൻ പോകുന്ന പോലെ തോന്നും. പിന്നെ കുറച്ച് മിറേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒത്തിരി അധികം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിള്ളേർ രണ്ടുപേരും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈവൻ ഞങ്ങളും എൻജോയ് ചെയ്തു. ഇത് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ, എഡിൻബറയിൽ വരുന്നവർ, ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെയും കൊണ്ട് വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് അരക്ക് കീപ്പോട്ട് മേലോട്ട് നീളം വേണം.
അവിടെയോ? ഇത് ഫുള്ള് ഹോട്ട് തിങ്സ് ആ. ഹാർട്ടും ബ്ലൂ ഹാർട്ടും ഉണ്ട്. ഓയ് hot. Yeah, everyone is cheating on us. No one. ഞാൻ കൈ കൊണ്ടുവരുന്ന പറഞ്ഞു. Doves. What's that? That's my turn. നമ്മളാണല്ലോ. ആള് വന്ന് നിൽക്കുമ്പോഴേ വരത്തുള്ളൂ എന്നാണ്. എവിടെ കാണുന്നില്ല, കാണത്തില്ല. എനിക്ക് നിന്നെ കാണാൻ നന്നായിട്ട്. നീ മാറ്റ്. ലാഡർ ടു ഓസ്ട്രേലിയ. വിന്നിയുടെ ബ്രദറും ഫാമിലിയും ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ വിന്നിക്ക് ഇനി വിസയൊന്നും വേണ്ട. ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് താഴോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എത്തും. എന്തോ എന്തിനോ എന്നറിയാതെ രണ്ടും കൂടെ ഇതിനകത്ത് കയറിയിരുന്ന് എന്തൊക്കെയോ കളിച്ചുകൊണ്ടായിരിക്കുകയാണ്. കുറേ നേരം ഇരുന്നിട്ട് രണ്ടുപേർക്ക് ഇതിൻ്റെ മെക്കാനിസം മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇഹാൻ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം അപ്പേ, ഇങ്ങനെയൊന്നും അല്ല ഇത്. കുറച്ച് നേരം ദാവിയും ഈഡനും കൂടെ ഇതിനകത്ത് എന്തൊക്കെയോ കാണിച്ചു. രണ്ടുപേരുടെയും തല അങ്ങോട്ട് മാറിപ്പോകുന്നതാണോ ബോഡി അങ്ങോട്ട് മാറിപ്പോകുന്നതാണോ എന്താണ് ഐറ്റം എന്ന് എനിക്ക് മനസ്സിലായില്ല. 5 ഫ്ലോർസിലായിട്ടാണ് ക്യാമറ ഒബ്സ്ക്വർ ഉള്ളത്. അതിൽ പല ഫ്ലോറിലും പല പല ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് റൂഫ് ടോപ്പിൽ എഡിൻബ്രയുടെ നല്ലൊരു വ്യൂ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് വ്യൂയിങ്ങിന് വേണ്ടിയിട്ട് അവർ ബൈനോക്കുലേഴ്സും ടെലസ്കോപ്സും വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ നമുക്ക് സൂം ചെയ്ത് നല്ല ക്ലിയർ ആയിട്ട് ഫുൾ എഡിൻബ്ര സിറ്റി നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്നപ്പോൾ നല്ലൊരു ഗുഡ് ഫീലും ഗുഡ് വൈബൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ഫേമസ് ഫോട്ടോഗ്രാഫി സ്ട്രീറ്റ് കണ്ടത്. ഒത്തിരി അധികം ഫോട്ടോസിൽ ഞാൻ ഈ സ്ട്രീറ്റ് കണ്ടിട്ട് അത് നേരിട്ട് കണ്ടപ്പോൾ ഉള്ള അതിൻ്റെ ഭംഗിയുണ്ടല്ലോ, അടിപൊളിയാണ്. അങ്ങനെ അതെല്ലാം കണ്ട് വീട്ടിൽ പോയി. നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ എഡിൻബ്രയോട് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് പെംബ്രോക്ക്ഷയറിലോട്ട് പോയിക്കൊണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് എഡിൻബ്രയിലോട്ട് 9 hours മാപ്പ് പ്രകാരമുള്ളത്. പക്ഷേ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സ്റ്റോപ്പൊക്കെ എടുത്ത് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് 12 hours എടുത്തു, തിരിച്ച് വീട്ടിലോട്ട് എത്താനും 12 hours എടുത്തു. അപ്പോൾ നമ്മുടെ 2 days ഓഫ് ഹോളിഡേ ട്രാവലിങ്ങിൽ തന്നെയാണ് പോയത്. പക്ഷെ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല, ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്രയധികം ട്രാവൽ ചെയ്തിരുന്നെങ്കിലും നമുക്ക് എഡിൻബ്ര കാണാൻ പറ്റി. സ്കോട്ട്ലൻഡ് എന്ന് പറയുന്ന ഒരു ഡ്രീം പ്ലേസിലെ ഒരു ചെറിയൊരു ഭാഗമെങ്കിലും നമുക്ക് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. പോകുന്ന വഴിയിൽ നല്ല വ്യൂ ഉള്ളിടത്തൊക്കെ നമ്മൾ നിർത്തി കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഒരു കുട്ടി ട്രിപ്പിൻ്റെ ഒരു കുട്ടി വ്ളോഗായിരുന്നു. ഞങ്ങളുടെ ഡ്രീം പ്ലേസ് ആയിട്ടുള്ള സ്കോട്ട്ലൻഡ് കാണാൻ പറ്റിയതിൻ്റെ ഒരു മെമ്മറി ആയിട്ട് ഈ വ്ളോഗ് ഇവിടെ കിടക്കട്ടെ. നിങ്ങൾ ഈ വ്ളോഗ് കണ്ടവർക്ക് കുറച്ചെങ്കിലും എഡിൻബ്ര എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.